അവരെ ആരെങ്കിലും മന്ത്രിയാക്കിക്കൂടെ? അങ്ങനെ മറ്റൊരാളെ മന്ത്രിയാക്കിയാൽ അത് നമ്മള് വർമ്മ സാറിനോട് ചെയ്യുന്ന ഒരു നീതികേടല്ലേ? എന്ത് നീതികേട്? അധികാരമാരുടെയും കുത്തകയൊന്നുമല്ല. ഇത്രയും നാള് വർമ്മ സാർ ഭരണം നടത്തിയല്ലേ, ഇനി മറ്റാർക്കെങ്കിലും അവസരം കൊടുക്ക്. അതെ, കഴിഞ്ഞ 30 കൊല്ലമായി ഞാൻ ചിങ്ങവന MLA ആണ്. ഇതുവരെ എനിക്ക് മന്ത്രിയാവാൻ ഒരു അവസരം വന്നിട്ടില്ല. രാഷ്ട്രീയം പോലും എന്തെന്നറിയാത്ത ഒരു സ്ത്രീയെ വിളിച്ച് മന്ത്രിസഭയിൽ കയറ്റുന്നതിൽ ശ്രീ അനന്തപിള്ളയ്ക്ക് എന്താണ് ഇത്ര താല്പര്യം? സുഹൃത്തെ, ഇതൊന്നും എന്റെ പ്രത്യേക താല്പര്യമല്ല. ഞാനും സദാശിവൻ സാറും ഞങ്ങൾ എല്ലാവരും കൂടി സെൻട്രൽ കമ്മിറ്റിയുമായി ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ്. എന്ത് തീരുമാനം? ഇതിന്റെ പിന്നിൽ ഇറങ്ങിയിരുന്ന നാടകമൊക്കെ ഞങ്ങൾക്കെല്ലാം അറിയാം. ഇതിന്റെ പിന്നിൽ ഒരു നാടകവുമില്ല. ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊന്നും താങ്കൾ ഉന്നയിക്കരുത്. അംബിക വർമ്മയെ മന്ത്രിസഭയിലേക്ക് എടുക്കാൻ ഭൂരിപക്ഷ തീരുമാനമുണ്ട്. ഭൂരിപക്ഷ തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് എടുത്തോ. ഞാൻ ഈ കമ്മിറ്റി ബഹിഷ്കരിക്കുന്നു. ഞാനും. പോകുന്നവര് പോട്ടെ. ശ്രീമതി അംബിക വർമ്മയ്ക്ക് മന്ത്രി പദവി കൊടുക്കുന്നതില് മറ്റ് നിങ്ങൾക്കാർക്കും എതിരഭിപ്രായമില്ലല്ലോ? ഉണ്ടോ? ഇല്ലില്ല. ഇല്ലില്ല. എന്നാ പിന്നെ അത് കൈയടിച്ചങ്ങ് പാസാക്ക്. വെരി ഗുഡ്. അപ്പോ 6 മാസത്തിനുള്ളിൽ ബൈ ഇലക്ഷൻ നേരിടാമെന്ന വ്യവസ്ഥയോടെ ശ്രീമതി അംബിക വർമ്മയെ ഈ മന്ത്രിസഭയിൽ അംഗമാക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു.